ഒരു സിനിമാ സംവിധായികയുടെ കുപ്പായം എടുത്ത് അണിയുമ്പോഴത്തേക്കും ക്രിയേറ്റീവ് സൈഡ് പോലെ തന്നെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു പീപ്പിൾ മാനേജ്മെൻറ്റ് എന്നുള്ളത്. പല രീതിയിൽ, പല സ്വഭാവത്തിൽ, പല സീനിയോറിറ്റിയിൽ, പല എൻവയൺമെൻറ്റിൽ നിന്ന് വരുന്നവർ. എങ്ങനെയായിരുന്നു ആ ഒരു ടാസ്ക്? അത് എനിക്ക് കുറച്ചും കൂടെ എല്ലാവരും പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്തു. കാരണം അത്രയും നാൾ അവർ എന്നെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്ന പെട്ടെന്ന് വന്ന ഒരാൾ വരുമ്പം അവർ കുറേയും കൂടെ ഇവർക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാം. ഇതിപ്പം കുറേ വർഷങ്ങളായിട്ട് ഇവർ തന്നെ തൊട്ട് താഴെയുള്ള ഒരു പോസ്റ്റ്. പക്ഷെ എന്നാൽ പോലും പല സമയങ്ങളിലും അങ്ങനെ ഇപ്പോൾ ഡയറക്ടറായിട്ട് അഭിനയിക്കേണ്ട ഘട്ടങ്ങൾ വരാറുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഒരു സെറ്റിൽ ഒരു പവർ അസേർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അങ്ങ് പോകും. ഒരാൾ ഭയങ്കരമായിട്ട് പവർ അസേർട്ട് ചെയ്യുമ്പോൾ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, പവർ അസേർട്ട് ചെയ്യാൻ മാത്രമല്ല പവർ ഷോ ചെയ്യുമ്പോഴും പവർ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അവർ പറയുന്ന അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിസ്പ്ലേ കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. അപ്പം നമുക്കത് ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് വരുമ്പോൾ ചൂസ് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് നമ്മുടെ ഇത്. പക്ഷേ ചില ഘട്ടങ്ങൾ വരുമ്പോൾ യു ഹാവ് ടു. അപ്പം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് ആക്റ്റീവായിട്ട് അഭിനയിക്കേണ്ടി വരാറുണ്ട്. കാരണം എൻ്റെ റിയൽ നേച്ചറിൽ അത് വളരെ കുറവാണ്. കാരണം അത് ഒരു പഴയ രീതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ, അയാൾക്കൊരു കസേര, അയാൾ വരുമ്പോഴത്തേനും പരിചാരകർ, ഇങ്ങനെയൊക്കെ. അപ്പം നമ്മൾ വരുന്ന ആദ്യത്തെ 3 ദിവസം അവർ നോക്കും നമ്മളതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോന്ന്. ഭയങ്കരമായിട്ട് ജ്യൂസ് കൊണ്ടുവരിക, എല്ലാ സാധനങ്ങളും. അപ്പം എനിക്ക് ജോലി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കാണൂല. അവിടെ വെള്ളം ഉണ്ടെന്നോ നമ്മൾ ഫ്രെയിം കാണുന്നു, ജോലി കാണുന്നു, ഇത് കാണുന്നു, അത് അടുത്തത് എങ്ങനെ അഭിനയിപ്പിക്കുന്നു, അല്ലെങ്കിൽ അഭിനയം ശരിയായില്ല, അതിൻ്റെ ഇടയിൽ ഞാൻ ഭക്ഷണം കഴിച്ചെന്നോ എനിക്കിത് ചെയ്യുന്നോ, അതൊക്കെ നമ്മൾ മറന്നു പോകുന്ന പോലത്തെ അവസ്ഥകളായിരിക്കും. പക്ഷേ അറ്റ് ടൈംസ് നമ്മളുടെ ആ അസേർഷൻ കൊണ്ട് മാത്രമേ ചില കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് വരുമ്പോൾ ഞാൻ ആക്റ്റീവ്, ഡയറക്ടറായിട്ട് ആക്റ്റീവ്. ഞാനല്ല, ഒരുപാട് പേർക്ക് 2 തരത്തിലുണ്ട്. പല സമയങ്ങളും, പ്രത്യേകിച്ച് അത് യങ്സ്റ്റേഴ്സൊക്കെ ആയി വരുമ്പോഴത്തേനും ചില സമയങ്ങളിൽ പെട്ടെന്ന് ഈ നമ്മൾ വെളിച്ചപ്പാട് പോലെയാണ്. അപ്പൊ ഇപ്പൊ ഇനി ഒരു 3 മണിക്കൂറിലേക്ക് അപ്പൊ പെട്ടെന്ന് ഒരു ശബ്ദം എടുക്കല്. അപ്പൊ നമ്മുടെ അസോസിയേറ്റിനൊക്കെ നന്നായിട്ട് അറിയാം നമ്മളിത് പെട്ടെന്നതാണ് അല്ലെങ്കിൽ അപ്പൊ അവരും അതിനനുസരിച്ച് അഭിനയിക്കാൻ തുടങ്ങും. അപ്പം ഈ അഭിനയിക്കേണ്ട വേളകൾ കൃത്യമായി അഭിനയിച്ചാൽ തന്നെയേ. കാരണം അതെന്താന്ന് പറഞ്ഞാല് സാധാരണ വോയിസിൽ പറഞ്ഞാൽ കേൾക്കാത്ത സാധനം ഒരു ബഹളം വെച്ച് അങ്ങനെ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ്. എപ്പോഴെങ്കിലും സ്ത്രീ ആയിരുന്നത് കൊണ്ട് പീപ്പിൾ മാനേജ്മെന്റ് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? ക്രൗഡിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ അസോസിയേറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെയാണ് നമ്മളിപ്പം ഈ ചില എല്ലാ സിറ്റുവേഷനും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ പോവും, നമ്മൾ ജോലിയും. ചില സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേനും അത് ഒരിക്കലും നമ്മൾ ഷൂട്ട് ചെയ്യാൻ അവിടെ ഒരു നല്ല ഫ്രെയിം ഉണ്ടെന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാം ഒന്നും അൺഫ്രണ്ട്ലി. നമുക്കെന്നല്ല, ആണുങ്ങളും. ഇപ്പം മറ്റേ എന്താ പറയുന്നത്, ചില ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഭാഗ്യത്തിന് തന്നെ ഒരിക്കലും വരണ്ടെന്നൊന്നും ആൾക്കാർ പറഞ്ഞിട്ടില്ല. പക്ഷെ മൊത്തം ക്രൂ ഓടിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്നെയൊക്കെ കയറ്റി വിടും നമ്മൾ. അത് എല്ലാ ഫിലിമിലുള്ള ആൾക്കാരും. പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ആകുമ്പോൾ നമ്മൾ ഈ പാസിങ് വിടാൻ നിൽക്കുമല്ലോ, പാസിങ് വിടുക. അത് ഇപ്പം സിനിമയിലോ ഇല്ലാത്ത ആൾക്കാർക്ക് പറയാന്ന് വെച്ചാൽ ഈ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ കൃത്യസമയത്ത് ആ ഫ്രെയിമിലൂടെ ഇങ്ങനെ കടന്നു പോകേണ്ട ആൾക്കാരെയൊക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ് സൈക്കിള് വിടുക, അങ്ങനെയുള്ളവരൊക്കെ. അതൊക്കെ ക്രൗഡൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ പാസിങ് വിടാൻ നിൽക്കുന്ന നമ്മൾ ഉപദ്രവിക്കും അവര്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നല്ല സ്ട്രോങ് ആയിട്ട് പാഡ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് എല്ലാ ആൾക്കാരും. അത് സിനിമയുടെ അകത്ത് നിന്നല്ല, പലപ്പോഴും സിനിമയുടെ ആ ക്രൗഡ് നമ്മളെ ഭയങ്കരമായിട്ട് ആ സമയത്ത് ഭയങ്കര പ്രൊട്ടക്റ്റീവ്നെസ് ആണ്. അവർ ഭയങ്കര എല്ലാവരുടെയും കണ്ണുകൾ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ നമ്മളെ ഭയങ്കരമായിട്ട് ചെയ്യും. പക്ഷെ പുറത്തുനിന്നുള്ള സൊസൈറ്റി നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവരെടുത്ത് ചെന്ന് വരുമ്പം അവർ നമ്മളെ പെട്ടെന്ന് ഇങ്ങനെ വർക്ക് ചെയ്യാൻ വരുന്ന സ്ത്രീകൾ, അത് ആക്ട്രസസിനൊക്കെയാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വരിക. മോശം കമൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. നമ്മളും അതിൻ്റെ സൈഡിൽ ഒരു സ്ഥലത്ത് സിറ്റുവേഷനിൽ വേണുസാറായിരുന്നു ക്യാമറ പേഴ്സൺ. അപ്പം ഒരു ഫുൾ ഷൂട്ടിംഗ് സ്ഥലത്ത് ഇത് പറയുന്ന പോലെ ആ സ്ഥലത്ത് ഏറ്റവും വലിയ ഗുണ്ടയായിട്ടുള്ള ആളുടെ സ്ഥലത്തായിരുന്നു സെറ്റ് ഇട്ടിരുന്നത്. നമുക്കറിയില്ലായിരുന്നു. പുള്ളി ക്യാമറയിൽ വേണുസാറിനൊക്കെ തൊട്ട് ബാക്കിലൊന്ന് നിൽക്കും. എന്നിട്ടും പലപ്പോഴും ക്യാമറ സ്റ്റാർട്ടൊക്കെ പറയുന്ന പുള്ളിയായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ഇവരൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അയാളുടെ സ്ഥലത്ത് സെറ്റ് വിട്ടുപോയി.
ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ മോളി ചേച്ചി ഉണ്ടല്ലോ, നമ്മുടെ ആക്ട്രസ് മോളി ചേച്ചിയൊക്കെയാണ് ഇവരോടൊക്കെ ചീത്ത പറഞ്ഞത് നമ്മളെയൊക്കെ ഞങ്ങളുടെ പിള്ളേര് ആരാണ് പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫുൾ ക്രൂ ആ 30 ദിവസം 40 ദിവസം ഒക്കെ അനുഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡയറക്ടറായിട്ടും ചെന്ന് നിൽക്കുമ്പോൾ എവിടുന്നാന്നറിയില്ല, നമുക്ക് എവിടുന്നൊക്കെയൊക്കെ ധൈര്യം വരികയും നമ്മൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. അത് ഇനിയാണെങ്കിലും ഈ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്പേസുകളിൽ അത് വരും.